ഞായറാഴ്ചയല്ലേ, രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോവാം. ഇവിടെ അടുത്തുള്ള അമ്പലം തന്നെയാണ്. നടന്നാണ് കേട്ടോ പോകുന്നത്. പാട്ട് കേട്ട് ആരും ഓടണ്ട കേട്ടോ. ഞാനും പൊന്നുസും പിക്കാച്ചും കൂടെ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് കേട്ടോ ടൗണിൽ കൂടെ നടന്നു പോയത്. ഒരു 10 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ അവിടെ അമ്പലത്തിലോട്ട്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഇതിനു മുമ്പ് ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമ്പലത്തിലോട്ട് കയറിയപ്പോൾ തന്നെ കേട്ടോ കയറിയില്ല, അതിനിപ്പോൾ അവിടെ ഒരാൾ നിന്ന് തൊടുന്നുണ്ട്. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് ഈ കാണുന്നത് എന്തോ ഒരു ഡാൻസിൻ്റെ ഒരു ടീമാണ് കേട്ടോ. അവർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വന്നതാണ്. പൊന്നൂസ് ചെരുപ്പൊക്കെ ഊരി കൊടുത്തിട്ടുണ്ട് പിക്കാച്ചുവിൻ്റെ. എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ. അമ്പലത്തിലോട്ട് അങ്ങോട്ട് കയറിയില്ല, അമ്പലത്തിൽ നിന്ന് കയറുന്നതിനിപ്പോൾ നമ്മൾ തൊഴുതു. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, കൈകൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. അമ്പലം കടന്ന് അകത്ത് കയറിയതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. അറിയില്ലടി. ഞങ്ങളങ്ങനെ തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവർ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ പിടിച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ചേട്ടനും വന്നായിരുന്നു. പിന്നെ പിക്കാച്ചു ചേട്ടനോട് പോയി കേട്ടോ. ചേട്ടൻ നിലത്തേക്ക് വിട്ടപ്പോഴേക്കും ആൾ തിരിച്ച് നേരെ അമ്പലത്തിലോട്ട് തന്നെ പോകാൻ തുടങ്ങി. ചേട്ടൻ പിടിച്ചെടുത്തോണ്ടെങ്കിൽ പോകുന്നു. ശേഷം ഞങ്ങൾ താഴെ ഒരു ശിവക്ഷേത്രങ്ങളുണ്ട്, അവിടെയും കൂടെ പോയി കേട്ടോ. ഈ പറയുന്ന ബദേൽ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, മറ്റേ കേറ്ററിങ്ങിൻ്റെ ഒക്കെയുള്ള കേട്ടോ. അവിടെ അപ്പത്തിനൊക്കെ വിലക്കുറവാണ്. നമ്മളൊരു 5-6 അപ്പവും വാങ്ങിയായിരുന്നു. അപ്പനും മോളും കൊണ്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. പൊന്നൂസിൻ്റെ കൂടെയാണ് കേട്ടോ. മീനുണ്ടായിരുന്നു, നമ്മൾ മീൻ വാങ്ങിച്ചു. ഇതേണ്ട പൊന്നൂസ് ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെ പീക്കാച്ചു പച്ചക്കറി കട കയറിയായിരുന്നു. പച്ചക്കറി കട കയറിയപ്പോൾ തന്നെ പീക്കാച്ചു അവിടെ ഇരുന്ന മധുരക്കിഴങ്ങ് എടുത്തുകൊണ്ട് ഓടി. അന്നേരം ചേട്ടൻ തന്നെ പിന്നെ എടുത്ത് പിടിച്ച്. ഈ സാധനത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുത്ത്. ആർക്കില്ല അറിയാമെങ്കിൽ ഒന്ന് പറയണം അതിൻ്റെ പേരെന്താണ്. ഇപ്പം മറ്റേ വൻപയറും ചെറുപയറൊക്കെ മുളപ്പിച്ചതൊക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ കടയിൽ തന്നെ. ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു ഡ്രസ്സ് ഇടാൻ കിടന്ന് പാടുപെടുന്ന കഷ്ടപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശേഷം മുട്ട പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് ഓർത്ത് അപ്പം വാങ്ങിച്ചായിരുന്നല്ലോ. പിന്നെ ഈ സൈഡിൽ പേപ്പർ ഇത് തുടയ്ക്കുന്നതിൻ്റെ ഇതെൻ്റെ കലാവിരുത കേട്ടോ. പേപ്പർ കൊണ്ടുപോയി ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൽ വെച്ച് അത് കരിഞ്ഞു. ഇപ്പം നമ്മളീ പോകുന്ന മതിൽ ചാടാൻ പോകാം കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി മതിൽ ചാടിയിരിക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പില പറിക്കാൻ പോകും. അപ്പുറത്തെ വീട്ടിൽ നല്ല കറിവേപ്പില മരമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കേട്ടോ നമ്മൾ കറിവേപ്പില എടുക്കണേ. കറിവേപ്പില വന്ന് നമ്മൾ കറിവേപ്പില പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സാധനം കണ്ടത്. അതെന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇതെന്താണെന്നറിയോ എല്ലാവർക്കും? ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. മിറാക്കിൾ എന്ന് തന്നെയല്ലേ പറയുന്നത്, അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. അതിൻ്റെ മരമാണ് കേട്ടോ. ഇഷ്ടംപോലെ നിറച്ചുണ്ടായി നിൽക്കുകയാണ്. ഞാനൊരു 3-4 എണ്ണം പറിച്ച് കേട്ടോ. ആ ചേച്ചി കണ്ട, ചേച്ചി ഓടിക്കും. നമുക്കൊരു 3-4 എണ്ണം പറിച്ചുകൊണ്ട് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ പറിച്ചുകൊണ്ട് പോകുന്നായിരുന്നു കേട്ടോ ഈ സാധനം. പക്ഷേ ഇതുവരെ കഴിച്ചു നോക്കിയില്ല. ഒരു ദിവസം ഇന്നൊന്ന് കഴിച്ചു നോക്കണം, അല്ലെങ്കിൽ നാളെ സമയമുള്ള പോലെ കഴിച്ചു നോക്കണം. എന്താ പറിച്ചിട്ടുണ്ട് 3 എണ്ണം. പിന്നെ തിരിച്ചതിന് ശേഷം മുളക് ചാടിയിരിക്കുന്നു. ചേച്ചി ഉള്ളി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് അതിൻ്റെ മുകളിൽ വീണില്ല കേട്ടോ. ഞാൻ പോയിട്ട് വന്നപ്പോഴേക്കും ചേട്ടന് ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞ് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടക്കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ശേഷം എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയും സവാളയൊക്കെ വഴറ്റിയെടുത്ത് ഞാൻ. പിന്നെ അതിന് ശേഷം അതൊന്ന് വഴണ്ടി വരാൻ നേരത്ത് ഞാനിന്ന് വെളുത്തുള്ളിയും മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്.
അരിഞ്ഞ് വെച്ചുകൊണ്ടിരുന്ന ഇത് അരിഞ്ഞ് വെക്കാൻ പോയ സമയത്തിന് ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞു ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. അതങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. ഇത് അപ്പോഴേക്കും പാലും തിളച്ച് വന്നു. പെട്ടെന്ന് അതും നോക്കിയിട്ട് മുട്ട പുഴുങ്ങിയത് മുഴുവനോടെ ശരിയാക്കിയെടുത്ത് മുറിച്ച് മസാലയൊക്കെ ചേർത്ത് നമ്മുടെ ഉള്ളിക്കറിക്കകത്തിട്ടിട്ടുണ്ട്. കരിഞ്ഞ വിവരം ചേട്ടൻ അറിഞ്ഞിട്ടില്ല, കൂട്ടുമ്പോൾ എന്ത് പറയുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അത് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടക്കറി റെഡിയായി. ഇനി അപ്പം കഴിച്ചാൽ മതി. അതിനുശേഷം ചായ ആറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ, ചായ കുടിക്കാനായിട്ട്. കാപ്പി കഴിക്കാൻ അപ്പം കഴിക്കാൻ പോകുന്നതിനിപ്പുറം ഞാൻ അരി കഴുകിയിട്ട് കേട്ടോ കുക്കറിൽ. അതാകുമ്പം നമ്മൾ കഴിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും വിസിലൊക്കെ അടിച്ച് പാകാവും പിന്നെ സമയം ഇരിക്കണം. കാരണം റേഷനരി കുത്തനരി ആയതുകൊണ്ട് കുത്തനരിയിലെ കുത്തരി. അതിനുശേഷം ഞങ്ങൾ കഴിക്കലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇരുന്നും കിടന്നും ഉരുണ്ടും കഴിക്കും എന്നുള്ളതിന് ഇന്ന് പ്രതിജ്ഞ എടുത്തേക്കാണ് നമ്മുടെ പീക്കു. പിന്നെ ഒരു സന്തോഷമുള്ളത് എന്നാന്ന് അറിയാം, ഞങ്ങൾ കുറേ പീക്കു ഇപ്പോഴാണ് കേട്ടോ ഒന്നിതായി വന്നത്. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ വട്ടത്തിലിരുന്ന് കഴിക്കുന്നത്. അല്ലെങ്കിൽ പീക്കു കുഞ്ഞായിരുന്നുകൊണ്ട് തന്നെ ഞാനൊരു സമയത്ത് കഴിക്കും, ചേട്ടൻ ആദ്യം കഴിക്കും, അല്ലെങ്കിൽ ഞാൻ ആദ്യം കഴിക്കും, പിന്നെ പൊന്നൂസ് അല്ലാതെ കഴിക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് കുറേ നാളായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം പീക്കു കഴിക്കാറൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ വട്ടത്തിലിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇതുണ്ട്, ഒരാൾ നിന്ന് ഇരുന്നും കിടന്നൊക്കെയാണ് കഴിക്കുന്നത്. പൊന്നൂസിൻ്റെ അടുത്ത് പോയിരുന്നു കുറച്ച് നേരം. അതിനിടയ്ക്ക് പൊന്നൂസിനിട്ട് പോയി കുറച്ച് തട്ടും തൊഴിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ അടുത്തോട്ട് എണീറ്റ് പോയി. ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം. ഇതുണ്ട്, ഒരാൾ ഇയാൾ വന്ന് ഈ കാലെ പിടിച്ചോണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയും. ഞാനൊന്ന് ചെറുതായിട്ട് ഡ്രസ്സ് മാറി. അതിനായിട്ട് ഇത് എൻ്റെ ഇളയിൽ കയറിയപ്പോൾ സന്തോഷമായി. പക്ഷേ വഴക്കായതുകൊണ്ട് ചേട്ടനും വിചാരിച്ചു മേള് വരെ വരാമെന്ന്. ഞാനൊന്ന് ഷോപ്പ് വരെ സൂപ്പർ മാർക്കറ്റ് വരെ പോവായിരുന്നു കേട്ടോ. ഒരലക്കൊന്ന് സോപ്പ് വാങ്ങാൻ മറന്നുപോയി കേട്ടോ. സത്യാമ്പലത്തിൽ പെട്ടുവന്നിട്ട് മറന്നുപോയി. അന്നേരം പിന്നെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ വരെ പോയപ്പോഴേക്കാണ് ഒരു കാര്യമായിട്ട് നമ്മൾ തുണിയിട്ട് വയ്ക്കുന്ന ഒരു ബോക്സിലാണ് കേട്ടോ, കാർഡ്ബോർഡ് ബോക്സില്ല, അതുപോലത്തെ ബോക്സിലാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ ആ ബോക്സ് എടുക്കാറ്. അവിടെ ചെന്നപ്പോഴേക്കും മുതലാളി ഉണ്ടായിരുന്നു. മുതലാളിയുള്ളൊരു ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് ഞാനിത് ഇവിടെ ഇരിക്കുന്ന ഈ ചേച്ചിമാരെയൊക്കെ വായി നോക്കിയിട്ട് ആ ബോക്സും കൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി സോപ്പ് മേടിക്കാനായിട്ട് കയറിയത് മാത്രം ഓർമ്മയുണ്ട്. ഏത് സോപ്പ് എടുക്കണമെന്ന് ആദ്യം കൺഫ്യൂഷനായിരുന്നു. പിന്നെ നമ്മളങ്ങനെയാണല്ലോ, ഏറ്റവും വില കുറഞ്ഞ സോപ്പ് നോക്കി ഒരെണ്ണം എടുത്തുകൊണ്ടെങ്കിൽ പോന്നു. ആ സോപ്പ് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഓർത്തേ കൊതുകുണ്ടല്ലോ, വൈകുന്നേരം കൊതുകടി സഹിച്ചിട്ട് കിടക്കാൻ വയ്യ. അപ്പം കൊതുകുതിരി ഒരെണ്ണം എടുത്തേക്കാം. കൊതുകുതിരി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഡെറ്റോൾ എടുത്തായിരുന്നു കേട്ടോ. ഡെറ്റോൾ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊതുകുതിരി എടുത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ബില്ലടിക്കാൻ നേരത്താണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മറന്നുപോയി. ഇതുണ്ടോ, എന്നെ നോക്കിയിരിക്കുന്നത് കണ്ടോ എല്ലാവരും ചില്ലുകൂട്ടിനകത്ത്. ഇനി മറന്ന സാധനം എന്താണെന്ന് പറയാം. അതിന് മുമ്പ് ഇത് പറയാം. ഇത് പീക്കാച്ചിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടോ. ടിന്നോടുകൂടി ഞാനിങ്ങനെ എടുത്തു. ഇതാണ് കേട്ടോ മറന്ന സാധനം, പീക്കാച്ചുവിൻ്റെ സേഫ്റ്റി പ്രോസസ്സിങ്. ഇതെല്ലാം എടുത്ത് പൈസയും കൊടുത്തിട്ട് ഞാനിതാ ആ ബോക്സിനകത്തിട്ട് അതങ്ങ് തള്ളിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കും മേളിൽ പൊന്നൂസും ചേട്ടനും കുഞ്ഞാവയും എല്ലാം കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പീക്കാച്ചുവിൻ്റെ സാധനം കൈമാറിയിരിക്കുന്നു. സന്തോഷം കണ്ടോ, ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി അതും കൊണ്ടുള്ള അഭ്യാസമാണ് കാണേണ്ടത്. ശേഷം ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും പീക്കും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഹാളൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി. അതിനുശേഷം ഞാൻ പീക്കാച്ചിനെ കട്ടിലെടുത്തിട്ട് കുറച്ച് നേരം ഇതുണ്ട്, കാക്ക കാണാനാണ് കിടന്ന് വെച്ച് നോക്കുന്നത്. കാക്കയുടെ ഒരു കാക്കയുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം കാണിച്ചിട്ട് ഞാൻ പീക്കാച്ചിനെ ഉറക്കി കേട്ടോ. പീക്കാച്ചു അങ്ങനെ തൊട്ടിയിൽ കിടന്ന് ഉറങ്ങാറില്ല. പക്ഷെ ഞാൻ ഇന്ന് തൊട്ടിയിൽ കിടത്തി ആട്ടി എൻ്റെ പാട്ട് കേട്ടോ. ആരെങ്കിലും പാട്ട് പാടി ഞാൻ ഉറക്കി കേട്ടോ. അവസാനം കണ്ടോ പീക്കാച്ചു ഉറങ്ങി കേട്ടോ. ഇനി നമുക്ക് നൈസായിട്ട് പോകാം. പൊന്നൂസിനെ ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു. നമ്മൾ കഞ്ഞി തടയേണ്ട സമയമായിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ തടയിട്ട് വാർത്തിടുക, തടയിടുക എന്നൊക്കെ പറയാറുണ്ട്. ആർക്ക് എന്താ പറയാൻ അറിഞ്ഞില്ല. അങ്ങനെ ചെയ്തു കേട്ടോ. ശേഷം എന്താ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കപ്പ അരിഞ്ഞാണ് പൊളിച്ച് കൊത്തിയെടുക്കാം. കപ്പ പുഴുങ്ങണ്ടേ, കപ്പ പുഴുങ്ങണം. മീൻകറി ഉള്ളതല്ലേ, കപ്പ കഴിക്കണ്ടേ. ഇടയ്ക്ക് ഇവിടെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പാതിരാത്രി ആയാലും ഈ വണ്ടിക്കാർക്കൊക്കെ ഓടിച്ചുകൊണ്ടേയിരിക്കണം. എന്നാ ചെയ്യാനാ, വണ്ടിയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ കപ്പ കഴുകിയെടുത്ത് നമ്മൾ കപ്പ അരിഞ്ഞിട്ടിട എല്ലാം ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി മടിയുണ്ട് കേട്ടോ ഈ വൃത്തിയാക്കുന്നതിനൊക്കെ. വേറെ ഒന്നും കൊണ്ടല്ല, ഈയിടെയായിട്ടാണ്.
ഇതാ ശേഷം നമ്മൾ കേര മീനിൻ്റെ തലയും പിന്നെ കുറച്ച് ചാളയായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. ഇപ്പം കേരത്തല നമ്മൾ കറി വെക്കും, മറ്റേ ചെറിയ മീൻ ചാള വറക്കുവേ, അതാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അമ്പലത്തിലെ കുറച്ച് പായസം കിട്ടിയായിരുന്നു. ഇതുണ്ടോ നമ്മൾ മീനിൻ്റെ മസാലയെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. മത്തി മത്തി മത്തി. ഇതാ നമ്മുടെ തലക്കറി ഇവിടെ തിളച്ച് നല്ല അടിപൊളിയായിട്ടിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. എന്തിനാണെന്നല്ലേ, കപ്പയ്ക്കായിരുന്നു. അത് ചിരണ്ടിക്കൊണ്ട് നിന്നപ്പോഴേക്കും റോമിന്ന് ഒരു കരച്ചിൽ കേട്ടു. പൊന്നൂസ് എടുത്ത് കേട്ടോ പോയി. കണ്ട കരയുന്നുണ്ടോ ആൾ, കരയുന്നുണ്ടോ? എന്നാൽ പിന്നെ ബാക്കി തേങ്ങ ചിരണ്ടാന്ന് വിചാരിച്ച് കസേര എടുത്തിട്ട് അവൾ ഇരുന്നില്ല. ഇത് കണ്ടു എൻ്റെ കിളിക്കറി. ഞാനുമുണ്ട്. നമ്മുടെ മീൻകറി തിളച്ചോണ്ടിരിക്കുന്ന തിളപ്പ് കണ്ടോ? ആ തിളപ്പ് കണ്ടോ? പൊന്നൂസ് പറയുന്ന തിളപ്പ് കണ്ടോ? പൊന്നൂസ് പറഞ്ഞ കേട്ടോ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ക്യാമറമാൻ ആണല്ലോ പൊന്നൂസ് എന്ന് പറഞ്ഞപ്പോൾ പൊന്നൂസ് പറയുന്നതാണ് കേട്ടോ അതെല്ലാം. ഇനി കാണാൻ പോകുന്ന രംഗങ്ങൾ പിക്കാച്ചുവിനെ എളിനിരുത്താൻ പോകുന്ന രംഗമാണ്. ഒരു രക്ഷയില്ലാതെ അടുത്ത കരച്ചിൽ തുടങ്ങി. അപ്പോൾ പിന്നെയും തോളയിൽ കയറ്റി വെച്ചു കേട്ടോ പിക്കാച്ചുവിനെ. അവിടെ നിന്നായി ബാക്കി കപ്പ തുറന്ന് ബാക്കി അപ്പോഴേക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായി. കപ്പയ്ക്ക് ചേർക്കാൻ പറ്റില്ല പിക്കാച്ചു ഒളിയിരിക്കുന്നുണ്ട്, എന്തായാലും ചതയ്ക്കൊക്കെ വേണം. പക്ഷെ ഞാൻ മുളകൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. മുളകുണ്ടായിരുന്നു, മുളകും ഉള്ളിയൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് ഞാൻ ജീരകം തപ്പുന്നത്. എന്താ ഇവിടെ തപ്പുന്നത്, ഒരു കയ്യൊക്കെ താർക്കായാലും പറ്റില്ല. എനിക്ക് എന്തിനാണ് ഞാൻ കപ്പയ്ക്കകത്ത് ജീരകം ഇടുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. ചക്കയുടെ ഓർമ്മയിലങ്ങ് എടുത്തതാ, സോറി. എന്തായാലും കുളമായില്ല ഓർത്തതുകൊണ്ട്. ഇതൊന്നുകൂടി ഇരുത്താൻ ശ്രമിച്ചതിൻ്റെ കേട്ടോ ഈ കരച്ചിൽ പരമ്പര. അത് അവിടുന്ന് പിന്നെ എടുത്ത് കേട്ടോ. ഞങ്ങൾ വെളിയിൽ കൂടെ നടക്കുമായിരുന്നു. ഞങ്ങൾ പായസം കഴിച്ചു, അമ്പലത്തിലെ പായസം കഴിച്ചുകൊണ്ട് അന്നപ്പോഴേക്കും അവിടെ ഒരു കാക്കയൊക്കെ കരഞ്ഞു. ചേട്ടൻ തുണി അലക്കായിരുന്നു കേട്ടോ പിക്കാച്ചു ഉറങ്ങുന്ന സമയത്ത്. അങ്ങനെയാണ് കേട്ടോ, നമ്മളങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയൂലേ. ഇതാ അങ്ങനെ കപ്പയും മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. ഈ കപ്പയും മീൻകറിയും എങ്ങോട്ട് സഞ്ചരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചിയുടെ അടുത്തോട്ട് കേട്ടോ. അത് ചേച്ചിക്കുള്ള പങ്കാണ് കേട്ടോ. എല്ലാം ഉണ്ടാക്കിയത് നമ്മൾ ചേച്ചിക്കാണ്. ഇതാ ചെമ്പൻ, നിങ്ങൾ അന്വേഷിച്ച ചെമ്പൻ. അവന് ഈയിടെയായിട്ട് ഇച്ചിരി അനുസരണ കുറവാണ്. ഇതുണ്ടോ ഈയിടെയായിട്ട് ഭയങ്കര ടീച്ചർ ശല്യം ഉണ്ട് കേട്ടോ. അത് കുറേ എന്തെങ്കിലും വഴിയുണ്ടെന്ന് പറഞ്ഞു തരണേ. തുണി എടുക്കാനുണ്ടായിരുന്നു, കുറച്ച് തുണി എടുക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ചേച്ചിമാർ അലക്കലും തുണി വിരിക്കലും തുണി ഉണക്കലുമായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണാം. എന്നാ പറിക്കുന്നത്, കാട് പറിക്കുകയാണോ? പുതുതായിട്ട് കാട് പറിക്കാൻ എനിക്ക് ആളെ കിട്ടി. ഇതാ അതിങ്ങിതാ. ആ ഗുഡ് ഗേൾ. ഹൈ സുന്ദരി. എടുത്തോ കൂടി എടുത്തായിരുന്നോ? കളയല്ലേ അമ്മയ്ക്ക് തുണി കുഞ്ഞാപ്പിയുടെ തുണി താ. ആ അതും താ. നല്ല ചൂടാ, നല്ല ചൂട്. ഞങ്ങൾ ഫാൻ ഇങ്ങനെ കണ്ണടച്ച് എങ്ങനെ കാണിച്ചിരിക്കുന്നത്? ഒരാളിവിടെ എങ്ങനെ കണ്ണടയ്ക്കുന്നത്? എങ്ങനെ ഈ അഭ്യാസങ്ങളെല്ലാം ഞങ്ങൾ സ്ഥിരം കാണിക്കാറുള്ളതാണ്. ഇപ്പം ആരും കണ്ട് പേടിക്കണ്ട, ഇതൊക്കെ സ്ഥിരമാണ് കേട്ടോ. സത്യം പറയാലോ, കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ സമയം പോകുന്ന അറിയേയില്ല കേട്ടോ. ഇങ്ങനെ ഓരോ കുസൃതികളും ഓരോ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നോളും കുട്ടികൾ. നമ്മളും അവരുടെ പുറകെ ഇങ്ങനെ നടക്കും ഓരോ കാര്യങ്ങൾ കൊണ്ട്.
ഞാൻ തുണി മടക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതുണ്ട് പിക്കാച്ചിൻ്റെ കുഞ്ഞിലത്തെ ഡ്രസ്സാണ് കേട്ടോ. ഇത് കുഞ്ഞായിരുന്നപ്പോൾ ഇടിയിച്ച ഡ്രസ്സ്. അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല ഓർമ്മയാണ്. ഞാൻ ഇടയ്ക്ക് എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് നോക്കാറുണ്ട്. അതിനിടയ്ക്ക് പീക്കാച്ചുവിൻ്റെ തുണികളെല്ലാം വന്ന് വലിച്ച് വാരി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ചേട്ടനെ കൊണ്ടേ കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം കുറേ ബോക്സിലിടുന്നുണ്ടായിരുന്നു കൊണ്ടേ വലിച്ച്. എന്നാലും ഞാൻ അതെല്ലാം മടക്കി. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു നാരങ്ങ വെള്ളം അങ്ങ് കുടിച്ചു കേട്ടോ. അതിന് ശേഷം നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല. രാവിലെ കാപ്പി കുടിക്കുന്ന ആവശ്യമായിട്ട് ഒരു 3-4 മണിയായപ്പോഴാട്ടോ ഞാൻ പിക്കാച്ചും കൂടെ ചോറുണ്ടത്. അതിനുശേഷം ഞങ്ങളുടെ ഡാൻസ്. ഡാൻസ് പരേഡ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാട്ടോ ഓർത്തത്. ചേട്ടായി കുറേ നാളായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ്റെ ഷർട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാൻ. അതിനൊന്ന് ഷേപ്പാക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം ചെടികൾ നനയ്ക്കുന്ന ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയെ കുളിപ്പിച്ച് ലാസ്റ്റ് കുട്ടി ഇല്ലാതാവുമോ എന്ന് ചോദിക്കത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചെടി നനച്ച് ലാസ്റ്റ് ചെടിയോടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ലാസ്റ്റ് സന്ധ്യയായപ്പോൾ രാത്രിയിലാട്ടോ മീനുണ്ടായിരുന്നല്ലോ, മീൻ പൊരിച്ചത് രാത്രിയായി. അതിനുശേഷം പീക്കുവിനെ ഉറക്കി കേട്ടോ. പീക്കാച്ചുവിനെ ഉറക്കിയിട്ട് രാത്രിയിലത്തെ ഫുഡ് മീൻകറിയും കപ്പയും മീൻ വറുത്തതും എല്ലാം കൂട്ടി കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷം.